ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പുതിയൊരു സബ്ജക്റ്റാണ്. സോ കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പേപ്പറിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താണ് ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കാനുള്ളതെന്ന് നോക്കാം. To introduce the concept of artificial intelligence and machine learning. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ്, ഈ രണ്ട് കോൺസെപ്റ്റാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനകത്ത് ത്രൂ ഔട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെ സിലബസിനകത്ത് 5 മൊഡ്യൂൾസ് ആണ് വരുന്നത്. ഇതിനകത്ത് സെക്കൻഡ് മൊഡ്യൂളാണ് ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് ഡയറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് പറയാം. അല്ലാണ്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ആ ഒരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഔട്ട്ലൈന് നോക്കാം. സോ നമ്മൾ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത് അല്ലേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. സോ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു സിംഗിൾ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാൻ മെയ്ഡ് ആണ് അല്ലേ, മാൻ മെയ്ഡ്. ദെൻ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തിങ്കിങ് പവർ. ഓക്കെ, അപ്പോൾ ഈ മാൻ മെയ്ഡ് തിങ്കിങ് പവർ, മാൻ മെയ്ഡ് പ്ലസ് തിങ്കിങ് പവർ എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മൾ തിങ്കിങ് പവർ ആർക്കാണ് ഉണ്ടാവുക, ഹ്യൂമൺ ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഹ്യൂമൻ്റെ തിങ്കിങ് പവർ പോലെ നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാണ് ഒരു മെഷീനകത്ത്. ഹ്യൂമൻ തിങ്ക് ചെയ്യുന്ന പോലെ ഒരു മെഷീൻ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹ്യൂമൻ പ്രവർത്തിക്കുന്ന പോലെ ഒരു മെഷീൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടായിരിക്കും? ആ ഒരു കോൺസെപ്റ്റാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ദാറ്റ് അറ്റംപ്റ്റ് ടു മോഡൽ ആൻഡ് അപ്ലൈ ദ ഇൻ്റലിജൻസ് ഓഫ് ഹ്യൂമൻ മൈൻഡ്. ഹ്യൂമൻ മൈൻഡിൻ്റെ ഇൻ്റലിജൻസ് ഒരു സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ഒരു മെഷീനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുക, അതാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ഡീലിംഗ് വിത്ത് ദ സിമുലേഷൻ ഓഫ് ഇൻ്റലിജൻറ്റ് ബിഹേവിയർ ഇൻ മെഷീൻസ് വിച്ച് ക്യാൻ ബിഹേവ് ലൈക്ക് എ ഹ്യൂമൺ, തിങ്ക് ലൈക്ക് എ ഹ്യൂമൺ ആൻഡ് ആബിൾ ടു മേക്ക് ഡെസിഷൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഇതിനകത്ത് നമ്മൾ ഹ്യൂമൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഹ്യൂമൻ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച്, ഇപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് ഒരു ഡെസിഷൻ എടുക്കുന്നുണ്ട് അല്ലേ. അത് ഹ്യൂമൻ്റെ ഇൻ്റലിജൻറ്റ് പവറാണ്, ഹ്യൂമൻ്റെ തിങ്കിങ് പവർ കൊണ്ടാണ് ഹ്യൂമണിന് അത് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ ഒരു മെഷീനകത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മെഷീനെ ഹ്യൂമണിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ഹ്യൂമൺ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഹ്യൂമൺ എങ്ങനെ തിങ്ക് ചെയ്യുന്നു, കറൻറ്റ് സിറ്റുവേഷൻ എങ്ങനെ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് എങ്ങനെ ഡെസിഷൻസ് എടുക്കുന്നു, ആ ഒരു ഇമിറ്റേഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു മെഷീനെ ക്രിയേറ്റ് ചെയ്യാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ചെയ്യുന്നത്. സോ അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റിയൽ വേൾഡിനകത്ത് ടെക്നിക്കൽ ഫീൽഡിൽ ഏതൊരു ഫീൽഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ് അല്ലേ. അപ്പം നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നത്. വൈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നത്? With the help of AI, we can create such softwares. നമുക്ക് AI-ൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ നമുക്ക് സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ്? ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ക്യാൻ സോൾവ് റിയൽ വേൾഡ് പ്രോബ്ലംസ് വെരി ഈസിലി ആൻഡ് അക്യുറസി സച്ച് ആസ് ഹെൽത്ത് ഇഷ്യൂസ്, മാർക്കറ്റിംഗ്, ട്രാഫിക് ഇഷ്യൂസ്. ഇപ്പം നമുക്ക്
റിയൽ വേൾഡ് പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിവൈസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഡിവൈസുകൾ റിയൽ വേൾഡ് പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഫീൽഡിലാണ്? ഹെൽത്ത് ഇഷ്യൂസ്. ഇപ്പം നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്, ഇൻറ്റേർണൽ ഓർഗൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, പല ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് ഹ്യൂമണിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഡിവൈസിന് വെച്ചിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ, അല്ലേ? ഹ്യൂമണിനെ കൊണ്ട് കഴിയാത്ത വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ ഓർഗൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷനൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്, അല്ലേ? അപ്പം ഡിവൈസിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ അതിൻ്റെ കണ്ടീഷൻസും ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ കണ്ടീഷൻസൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് കിട്ടേണ്ടത്, അല്ലേ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാർക്കറ്റിങ്ങിൽ, ട്രാഫിക് ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പം ട്രാഫിക് ലൈറ്റ് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് AI എനാബിൾഡ് ഡിവൈസിന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് റോഡിനകത്ത് വളരെയധികം ട്രാഫിക് ഇഷ്യൂസ് വരുമ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാഫിക് ലൈറ്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? റഷ് കുറക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വെഹിക്കിൾസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതൊക്കെ എന്താണ്? ആ കറണ്ട് സിറ്റുവേഷൻസ്, റോഡിൻ്റെ കറണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാണ്? ഈ ലൈറ്റുകൾ റെസ്പോണ്ട് ചെയ്യാണ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പം എന്താണ്? കറണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനനുസരിച്ച് ഡെസിഷൻസ് എടുക്കാൻ ആ ഡിവൈസിന് കഴിവുണ്ട്, അല്ലേ? അപ്പോൾ അതെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീൽഡിലെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതുകൂടാതെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI യു ക്യാൻ ബിൽഡ് സച്ച് റോബോട്ട്സ് വിച്ച് ക്യാൻ വർക്ക് ഇൻ എ എൻവയോൺമെൻറ്റ് വേർ സർവൈവൽ ഓഫ് ഹ്യൂമൻ അറ്റ് റിസ്ക്. ഇനി നമുക്കറിയാം റോബോട്ട്സ്, അല്ലേ? ഇപ്പോൾ ഇന്ന് പല റോബോട്ട്സുകൾ നിർമ്മിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, അല്ലേ? ഒരു ഹ്യൂമൺ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതേ രീതിയിൽ ഹ്യൂമണ് റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ന് പറയാം. ഹ്യൂമണിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള റോബോട്ട്സുകൾ ഇപ്പം അവൈലബിൾ ആണ്, അല്ലേ? റോബോട്ട്സുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പം സോഫിയ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? സോഫിയ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടിയ ഒരു റോബോട്ടാണ്, അല്ലേ? സൗദി അറേബ്യയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള റോബോട്ട്സുകളൊക്കെ എന്താണ്? ഹ്യൂമൺ എങ്ങനെ പ്രവർത്തിക്കുന്നു, സോഫിയനെ കുറിച്ചുള്ള ഇൻ്റർവ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചോദിക്കുന്നു അതിനനുസരിച്ച് റിപ്ലൈ തരുന്നുണ്ട്, അല്ലേ? ഹ്യൂമൺ എങ്ങനെ ചിന്തിക്കുന്നു അതേ രീതിയിൽ റോബോട്ട്സുകൾ നമുക്ക് റിപ്ലൈ തരുന്നുണ്ട്. അതുപോലെ മിലിറ്ററി പർപ്പസിന് ഒക്കെ യൂസ് ചെയ്യുന്ന റോബോട്ടുകളുണ്ട്. അപ്പം ഇതൊക്കെ എന്താണ്? ഹ്യൂമൻസിന് എത്തിപ്പെടാൻ റിസ്ക് ആയിട്ടുള്ള ഏരിയകളിൽ പോലും നമുക്ക് ഹ്യൂമണിന് പകരം ഒരു റോബോട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, ദാറ്റ് മീൻസ് അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് റോബോട്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻസ് ആണെന്ന് പറയും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി ഇതുകൂടാതെ പുതിയ ടെക്നോളജീസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എൻഡ് ചെയ്യുന്നില്ല. പുതിയ ടെക്നോളജീസ്, പുതിയ ഡിവൈസസ്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. ഇനി ഇതുകൂടാതെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസ്, നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺസ് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ഡിവൈസുകളാണ്, അല്ലേ? നമുക്കറിയാം ഗൂഗിൾ അസിസ്റ്റൻ്റ്, ഗൂഗിൾ നൗ, സിറി, കോർട്ടാന, ഇങ്ങനെയുള്ള നമുക്ക് ഇൻ്റലിജൻറ്റ് ഡിജിറ്റൽ പേഴ്സണൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, ഹ്യൂമൻസിന് പേഴ്സണൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് എന്ത് ഇൻസ്ട്രക്ഷൻസ് വേണമെങ്കിലും നമുക്ക് അത് കോളുകൾ
ചെയ്യാൻ വേണ്ടിയിട്ട്, മെസ്സേജസ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിമൈൻഡേഴ്സ്, നോട്ട്സ്, മ്യൂസിക് റെക്കഗ്നൈസ് ചെയ്യാൻ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്, നമുക്ക് എന്ത് ആവശ്യമുണ്ടോ, ലൊക്കേഷൻ, ഏതൊരു ലൊക്കേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ആൻഡ്രോയിഡ് ഫോൺസുകൾ യൂസ് ചെയ്തിട്ട്, അല്ലേ, നമ്മുടെ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, നമ്മൾ പേഴ്സണൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസുകളാണ്, അല്ലേ. ദാറ്റ് മീൻസ് ഇതിനകത്തൊക്കെ എന്താണ്, കറൻറ്റ് സിറ്റുവേഷൻസ് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഇതിനകത്തൊക്കെ ചെയ്യുന്നത്, അല്ലേ. ഹ്യൂമൻ എങ്ങനെ ചെയ്യുന്നു അതേ രീതിയിൽ ഡെസിഷൻസ് എടുക്കാനും കറൻറ്റ് സിറ്റുവേഷൻസിനെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള കഴിവുള്ള ഡിവൈസുകളുണ്ട്. സോ നമ്മളുടെ വോയിസ്, ഇപ്പം നമുക്ക് വോയിസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് വെച്ചിട്ടോ നമുക്ക് ഈ മൊബൈൽ ഫോണിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലേ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൽ നിന്ന് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സെൻസ് ചെയ്യാൻ പറ്റുന്ന, ഹ്യൂമൻ്റെ വോയിസ് ആയാലും ടെക്സ്റ്റ് ആയാലും ലൊക്കേഷൻ ആയാലും എല്ലാം തന്നെ സെൻസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡിവൈസുകളുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ്, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയുള്ള ഡിവൈസുകളാണ്. ഇനി ഇതുകൂടാതെ സ്മാർട്ട് കാർസ്, അല്ലേ, ഡ്രൈവർലെസ് കാർസുകളുണ്ട്, അല്ലേ. ഇപ്പം പുതിയതായിട്ട് ചില കൺട്രീസിൽ മാത്രമേ ഉള്ളൂ ഇത് ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലേ, ഡ്രൈവർലെസ് കാറുകൾ. അതെന്താണ്, കറൻറ്റ് റോഡിൻ്റെ ഡയറക്ഷനും റോഡിനകത്തുള്ള ട്രാഫിക്കും എല്ലാം മനസ്സിലാക്കി അവിടെ ഹ്യൂമൻ്റെ ആവശ്യമില്ലാതെ തന്നെ ആ ഡ്രൈവർലെസ് കാറുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ ടെക്നോളജീസിൻ്റെ ഇൻവെൻഷനാണ്, അല്ലേ. സോ ഈ ഫീൽഡിലൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്, ഏർലി ഹിസ്റ്ററി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. 1950 ഒരു ഇംഗ്ലീഷ് മാത്തമെറ്റീഷ്യൻ ആയിട്ടുള്ള അലൻ ട്യൂറിൻ മെഷീൻസിന് തിങ്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിന് ഒരു ആൻസർ കണ്ടെത്തി. ആക്ച്വലി അദ്ദേഹം ഒരു ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്തു. ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചെയ്തിട്ടുള്ളത് ഇതാണ്. ട്യൂറിംഗ് ടെസ്റ്റിന് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിരിക്കുന്നത്. ട്യൂറിംഗ് ടെസ്റ്റ് ഇങ്ങനെയാണ് ചെയ്തത്. ഒരു റൂമിനകത്ത് ഒരാൾ ഇരുന്നിട്ട് അപ്പുറത്തെ റൂമിൽ, ദാറ്റ് മീൻസ് വേറൊരു റൂമിനകത്ത് ഒരു ഹ്യൂമണിനെയും ഒരു മെഷീനെയും വെച്ചു. ഓക്കെ, എന്നിട്ട് ഈ സി എന്ന് പറയുന്ന ആൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എ എന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്പ്യൂട്ടറാണ്. അതുപോലെ ബി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൺ ആണ്. ഓക്കെ, അപ്പം ഈ സി എന്ന് പറയുന്ന ആൾ എനോടും ബിനോടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, സം ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജിൽ കോൺവെർസേഷൻസ് നടത്തി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് പേരിൽ നിന്നും റിപ്ലൈ കിട്ടി. അപ്പോൾ ഈ സേക്ക് അത് ഹ്യൂമൺ ആണോ റിപ്ലൈ തരുന്നത്, കമ്പ്യൂട്ടർ ആണോ റിപ്ലൈ തരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം എന്താണ്, രണ്ടുപേരും ഒരുപോലെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ എന്താണ് അവിടെ, ഹ്യൂമണിനെ പോലെ തന്നെ മെഷീന് തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനൊരു ആൻസർ അയാൾ അതിൽ നിന്ന് കണ്ടെത്തി. ഓക്കെ, അപ്പോൾ അതാണ് ട്യൂറിംഗ് ടെസ്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്തത് അലൻ ട്യൂറിൻ ആണ്. സോ ഈ ട്യൂറിംഗ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് മെഷീനും മനുഷ്യനെ പോലെ തന്നെ തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുന്നോ അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടറും ഇതിനടുത്ത് പ്രതികരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതാണ് 1950 അലൻ ട്യൂറിൻ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ്. ദെൻ 1956 ജോൺ മെക്കാർത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടേമാണ് സ്റ്റഡി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ജോൺ മെക്കാർത്തി ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. സോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ഒരു ഹിസ്റ്ററി പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ പറയുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് AI ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഈ ഒരു ഇതിനകത്ത് ഞാൻ 8 ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 8 ആപ്ലിക്കേഷൻസ് ആണ് ആക്ച്വലി നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പേപ്പറിനകത്ത് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് മൊഡ്യൂളിലായിട്ട് ഈ ടോപ്പിക്സ് ഒക്കെയാണ് നിങ്ങൾ കവർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പം ഞാൻ ഈ സബ്ജക്റ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഡിഫറെൻറ്റ് മൊഡ്യൂൾസിലായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടുക എന്നുള്ളതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഓരോ മൊഡ്യൂളിലായിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഗെയിമിംഗ് ആണ്.
ഗെയിമിങ്ങിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഗെയിമിങ്ങിൽ വരുന്ന സബ് ടോപ്പിക്സ് ആണ് ഹ്യൂറിസ്റ്റിക് സെർച്ച്, മിൻ മാക്സ്, ആൽഫ ബീറ്റ പ്രൂണിംഗ്, സ്റ്റേറ്റ് സ്പേസ് സെർച്ച്, DFS ആൻഡ് IDDFS. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ മൊഡ്യൂളിനകത്ത് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ടേംസ് എല്ലാം കാണും. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എന്നുള്ള രീതിയിൽ പറയാണ്. ഓക്കെ, ഇപ്പോൾ ഗെയിമിംഗ് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ദെൻ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനൊരു എക്സാമ്പിളാണ്. ദെൻ അതിൻ്റെ ഒരു സബ് ടോപ്പിക്കാണ് വരുന്നത് സെമാൻറ്റിക് നെറ്റ്വർക്ക് എന്താണ്, അത് ആ ഒരു ടോപ്പിക്കിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ദെൻ മെഷീൻ ലേണിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വേറൊരു ആപ്ലിക്കേഷനാണ്. മെഷീൻ ലേണിങ്ങിനകത്ത് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, ഈ ടേംസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ്, ക്രിയേഷൻ ഓഫ് ന്യൂ ലാംഗ്വേജ് ഫോർ AI. നമ്മൾ AI സപ്പോർട്ടിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണ്? സി, ലിസ്പ്, പ്രൊലോഗ്, പൈത്തൺ, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ്. ഓക്കെ, എങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് സി, ലിസ്പ്, പ്രൊലോഗ്, പൈത്തൺ. ഓക്കെ, ഇങ്ങനെയുള്ള പല ലാംഗ്വേജസും. ദെൻ നെക്സ്റ്റ് വരുന്നത് ഓട്ടോമാറ്റിക് റീസണിങ് ആൻഡ് തിയറം പ്രൂണിങ്. ഓക്കെ, ഓട്ടോമാറ്റിക് റീസണിങ് ആൻഡ് തിയറം പ്രൂണിങ്ങിനകത്ത് പഠിക്കാനുള്ളത് പ്രെഡിക്കേറ്റ് കാൽക്കുലസ് എന്താണ്, പ്രൊപ്പോസിഷണൽ കാൽക്കുലസ് എന്താണ്, നോളേജ് റെപ്രസെൻറ്റേഷൻ എന്താണ്, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ തിയറം പ്രൂണിങ് അതുപോലെ ഓട്ടോമാറ്റിക് റീസണിങ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് മോഡലിംഗ് ഓഫ് ഹ്യൂമൻ പെർഫോമൻസ് മോഡലിംഗ്, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ ഒരു മെഷീനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാം. അതിനകത്ത് പഠിക്കാനുള്ളതാണ് എക്സ്പേർട്ട് സിസ്റ്റം, പ്രൊഡക്ഷൻ സിസ്റ്റം. ദാറ്റ് മീൻസ് ഇപ്പം എക്സ്പേർട്ട് സിസ്റ്റത്തിലൊക്കെ ഒരു ഡോക്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ ഒരു മെഷീന് നമുക്ക് അഡ്വൈസ് തന്നാൽ നമ്മളുടെ സിസ്റ്റംസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചൊരു നമ്മളുടെ ഡോക്ടർ എന്താ ചെയ്യുന്നത്, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യുന്നത്, നമ്മുടെ സിസ്റ്റംസ് ചോദിച്ചറിയും അല്ലേ. ഒറ്റയടിക്ക് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാണെങ്കിലും രോഗം ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പം അതിന് പകരം നമ്മളുടെ സിംറ്റംസ് ചോദിച്ചറിയും. എന്നിട്ട് കറക്റ്റ് അവർക്ക് അറിയുന്നുണ്ടാവില്ല ഏത് ഇതാണെന്നുള്ളത്, ഏത് ഡിസീസാണ് നമുക്കുള്ളതെന്ന്. അവരെന്ത് ചെയ്യും, ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മരുന്നുകൾ തരും അല്ലേ. എന്നിട്ട് അതുകൊണ്ട് മാറുന്നില്ലെങ്കിൽ വേറെ മരുന്നുകൾ തരും. അപ്പോൾ ഇതെന്താണ്, നമ്മളിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കി എടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്നിട്ട് അവരിങ്ങനെ ഡിറ്റക്ട് ചെയ്ത് അതിലേക്ക് എത്തുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡോക്ടർ ഇങ്ങനെ പ്രവർത്തിക്കുന്നു, അതുപോലെയുള്ള എക്സ്പേർട്ട് സിസ്റ്റംസ് ഉണ്ട് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനെ കുറിച്ചാണ് ഈ എക്സ്പേർട്ട് സിസ്റ്റം, പ്രൊഡക്ഷൻ സിസ്റ്റം അതിനകത്ത് പഠിക്കാനുള്ളത്. ഹ്യൂമൻ പെർഫോമൻസിന് പോലെ തന്നെ പ്രവർത്തിക്കുന്ന സിസ്റ്റംസ്. ദെൻ പ്ലാനിങ് ഓർ റോബോട്ടിക്സ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനാണ്. ദെൻ ന്യൂറൽ നെറ്റ്വർക്ക് ആൻഡ് ജനറ്റിക് അൽഗോരിതം ആൻഡ് ന്യൂറൽ നെറ്റ്വർക്കിംഗ്. ഇത്രയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയിട്ടുള്ളൂ. നമുക്ക് ഓരോ ഡിഫറെൻറ്റ് മൊഡ്യൂളിലായിട്ട് ഈ കാര്യങ്ങളെല്ലാമാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ അഡ്വാൻറ്റേജസ് മാത്രമല്ല ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അല്ലേ. മനുഷ്യനെ പോലെ ഒരു മെഷീൻ ഇങ്ങനെ ആക്ട് ചെയ്യാണ്. അപ്പം മനുഷ്യനെ സപ്രസ് ചെയ്തുകൊണ്ട് ഉള്ള രീതിയിൽ ഈ ഒരു മെഷീന് അത്രയും പവർ മെഷീൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മനുഷ്യനെ സപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വസ്തുവായിട്ട് മാറില്ലേ മെഷീൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അഡ്വാൻറ്റേജസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പ്രെസിഷൻ ആൻഡ് അക്യുറസി, വളരെ അക്യുറേറ്റ് ആയിട്ട് മനുഷ്യൻ കണ്ടെത്തുന്നതിനേക്കാളും കൂടുതൽ പ്രിസൈസ് ആയിട്ട് അല്ലെങ്കിൽ അക്യുറേറ്റ് ആയിട്ട് ഒരു മെഷീന് കണ്ടെത്താൻ പറ്റും അല്ലേ. മനുഷ്യന് പോകാൻ പറ്റാത്ത കാര്യങ്ങൾ, അടുത്തറിയാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ ഒരു മെഷീനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ മൈനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട്
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ക്യാൻ ഡു ലെബോറിയസ് ടാസ്ക്, ഡിഫറെൻറ്റ് ടാസ്കുകൾ കുറേ ആളുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു ടാസ്ക് ഒരു മെഷീനെ കൊണ്ട് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് റിയൽ വേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുപോലെ ഫ്രോഡ് ഡിറ്റക്ഷൻ, മാനേജ് റെക്കോർഡ്സ്, ലാക്കിംഗ് ദി ഇമോഷണൽ സൈഡ്. ഫ്രോഡ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട്, റെക്കോർഡ്സുകൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻസ് എനാബിൾഡ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ലാക്കിംഗ് ദി ഇമോഷണൽ സൈഡ്, ഇത് കോൺസിൽ വരുന്നതാണ്, ഇപ്പുറത്തെ എഴുതിയത് മാത്രം. ഓക്കെ, അത് തിരിച്ചെഴുതാട്ടോ നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ. ഇതെന്താണ്, ഹ്യൂമണിനെ പോലെ വർക്കെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഹ്യൂമണിൻ്റെ ആ ഒരു ഇമോഷണൽ മൈൻഡ് ഈ ഒരു മെഷീൻ ഉണ്ടാവും. അത് എന്ത് പറഞ്ഞാലും ഒരു മെഷീനാണ് അല്ലേ? അപ്പം ആ ഒരു ഇമോഷണൽ സൈഡ് ഈ ഒരു മെഷീനില്ല. അപ്പം ചിലപ്പം ഈ നിർമ്മിച്ച ആളെ തന്നെ അതെന്ത് ചെയ്യാം, തിരിച്ച് ഇപ്പം മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട്, യുദ്ധത്തിനൊക്കെ വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന റോബോട്ട്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇത് തിരിച്ച് ആരാണോ ഇതിനെ നിർമ്മിച്ചത് ആ ഓണറിനെ തന്നെ ചിലപ്പോൾ തിരിച്ച് അയാൾക്ക് തന്നെ എതിരെ ഫൈറ്റ് ചെയ്യും അല്ലേ? ബിക്കോസ് എന്താ, ഇമോഷണൽ എന്ന് പറയുന്ന ആ ഒരു സൈഡ് ഇല്ല അല്ലേ? ഇതൊരു മെഷീൻ മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള ഇത് അതെന്താണ്, അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ക്യാൻ ഡു റിപ്പീറ്റേറ്റീവ് ആൻഡ് ടൈം കൺസ്യൂമിങ് ടാസ്ക്, റിപ്പീറ്റേറ്റീവ് ടാസ്കുകൾ ഇത് ചെയ്യും. അതുപോലെ റോബോട്ടിക് പെറ്റ്സ്, റോബോട്ടിക് റേഡിയോ സർജറി, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അഡ്വാൻറ്റേജസിൽ വരുന്നതാണ്. ഫങ്ഷൻസ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ്, റിസ്ക് റെഡ്യൂസിങ്, റിസ്കിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട്. ഇപ്പം ഹ്യൂമൺ ചിലപ്പോൾ ടയേർഡ് ആവും അല്ലേ, കുറേ ടാസ്കുകൾ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോൾ. പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്യാൻ ഈ ഒരു ഡിവൈസുകൾക്ക് പറ്റും. അതുപോലെ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്, മെഡിക്കൽ ഫീൽഡിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ കോൺസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, കോസ്റ്റ് ഇൻക്വയർഡ് ഇൻ ദ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ. ഇതെന്താണ്, ഇതിന് മെയിൻ്റെനൻസ് ആവശ്യമാണ് അല്ലേ? അതുപോലെ ഇതിനെ നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. ലാക്ക് ദ ഹ്യൂമൻ ടച്ച്, ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊരു റോബോട്ട് ഉണ്ട്, പക്ഷെ ആ ഹ്യൂമൻ്റെ ആ ഒരു ടച്ച് നമുക്കറിയാം, ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുമോ? ഇല്ല അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ലാക്ക് എ ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടാവില്ല. അതുപോലെ കോമൺ സെൻസ് ഉണ്ടാവില്ല. ദെൻ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു മനുഷ്യൻ്റെ എല്ലാ വർക്കുകളും റോബോട്ട്സ് ചെയ്യുന്ന പല ഏരിയാസും ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ എന്താണ്, ആളുകളുടെ ജോലി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? ആളുകളെ വെച്ച് ചെയ്യാവുമ്പോൾ കുറേ സാലറി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ റോബോട്ട്സിന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പക്ഷെ ആളുകൾക്ക് അത് അഡ്വാൻറ്റേജ് ആണ്. സാലറി കൊടുക്കേണ്ട ആളുകൾ ചെയ്യുന്നതിനേക്കാളും ടയേർഡ് ഇല്ലാതെ അല്ലേ? മനുഷ്യന്മാർ ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടയേർഡ് ആവും, പക്ഷേ ഈ മെഷീൻ എത്ര വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഫീൽ ഇല്ല അല്ലേ? അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ റോബോട്ട്സിനെ കൂടുതൽ യൂസ് ചെയ്യുമ്പം ആളുകളുടെ അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുപോലെ എബിലിറ്റീസ് ഓഫ് ഹ്യൂമൻ മേ ഡിമിനിഷ് ആൻഡ് ആളുകളുടെ കഴിവ് കുറയാണ് അല്ലേ? എല്ലാം ഇങ്ങനെ റോബോട്ട്സ് ചെയ്യുമ്പം ആളുകൾ എന്തില്ല, കൂടുതൽ വർക്കൊന്നും ചെയ്യില്ല, എല്ലാം നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ റോബോട്ട്സ് സൂപ്പർസെഡിങ് ഹ്യൂമൻസ്, ദാറ്റ് മീൻസ് എന്താണ്, ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ള റോബോട്ട്സ് വരുന്നുണ്ട് അല്ലേ? പല ഫീൽഡിൽ നിന്നും ഹ്യൂമണിനെ റീപ്ലേസ് ചെയ്യാൻ ഈ റോബോട്ട്സിന് പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ഹ്യൂമൻ മേ ബിക്കം ഡിപ്പെൻഡൻറ്റ് ഓൺ മെഷീൻസ്, നമ്മളിങ്ങനെ വർക്ക് ചെയ്യാൻ മടിയായിട്ട് എല്ലാത്തിനും മെഷീൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വരും അല്ലേ? അതുപോലെ റോങ് ഹാൻഡ്സ് കോസസ് ഡിസ്ട്രക്ഷൻ, ചിലപ്പം റോബോട്ട്സ് ചെയ്യുന്നത് എല്ലാം തന്നെ ശരിയായിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ, ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത് ഈ ഒരു മെഷീൻ ഉണ്ടാവണമെന്നില്ല. പ്രോഗ്രാമിനനുസരിച്ച് അല്ലേ, അതിന് കിട്ടുന്ന ഒരു ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചൊക്കെ അത് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ല. കറക്റ്റ് ഒരു മനുഷ്യൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, അപ്പം നമ്മൾ പറഞ്ഞു ഇമോഷണൽ സൈഡ് ഇല്ല അല്ലേ? അതുകൊണ്ട് തന്നെ ചിലപ്പം ഈ നിർമ്മിച്ച ആൾക്ക് തന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അത് മാറാം അല്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റിലേക്കൊന്നും കടന്നിട്ടില്ല, നമ്മളുടെ ടോപ്പിക്കിലേക്ക്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ അതിനകത്തേക്ക് കടന്നിട്ടില്ല. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലേക്ക് തന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.